അത്യുന്നതനും സർവശക്തനുമായ കർത്താവായ ഈശോമിശിഹായുടെ തിരുനാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരനും സഹോദരികൾക്കും എൻ്റെ അഭിനന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഡോർ ഓഫ് ഹോപ്പ് മിനിസ്ട്രി മലയാളം ആ ചാനൽ വഴിയായിട്ട് നിങ്ങളെ കാണാൻ ദൈവം കൊടുത്ത ഈ സന്ദർഭത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഡോർ ഓഫ് ഹോപ്പ് മിനിസ്ട്രി മലയാളം എന്ന് പറയാൻ കാരണമുണ്ട്. വേറൊരു ചാനൽ, തമിഴ് ചാനലും ഇതേ ഇതിൽ ഞങ്ങളെ കർത്താവ് അതിലും മിനിസ്ട്രി ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. മീഹ ഇന്ന് ദൈവം നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന തിരുവചനം മീഹ 2-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. അതിൽ ആദ്യത്തെ ആ ഭാഗം മാത്രം നോക്കിയാൽ, തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. തകർക്കുന്നവൻ, ഇന്ന് തകർക്കുന്നവൻ കർത്താവായ ഈശോ നമുക്ക് മുമ്പാകെ പുറപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, തകർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിലുള്ള, നമ്മുടെ ജീവിതത്തിൽ മുമ്പിലുള്ള തടസ്സങ്ങളെയെല്ലാം കർത്താവായ ഈശോ തകർക്കുന്നവനാണ്. ഇന്ന് ആ വാഗ്ദത്വമാണ് ഇന്ന് നിങ്ങൾക്കും എനിക്കും കർത്താവ് പറയുന്നത്. തടസ്സങ്ങളെ ഞാൻ തകർത്ത് കളയും. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും തകർക്കാൻ എനിക്ക് കഴിവുണ്ട്, ഞാൻ അത് ചെയ്യും എന്ന് യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു കാര്യം എപ്പോഴാണ് നമുക്ക് തടസ്സമാകുന്നത് അല്ലെ? നമ്മള് ഒരു ജീവിതത്തിൽ ഒരു വഴിയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, കാറിലോ ഏതോ ഒരു വാഹനത്തിൽ വഴിയായിട്ട് നമ്മൾ ഒരു റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ, വലത്തോട്ടും ഒരു റോഡ് കാണും, ഇടത്തോട്ടും റോഡ് കാണും. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു തടസ്സത്തിനായി എന്തെങ്കിലും കമ്പി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തടസ്സമല്ല. എപ്പോഴാണ് നമുക്ക് തടസ്സമായിട്ട് മാറുന്നത് വെച്ചാൽ, നമ്മുടെ വഴിയിൽ, നമ്മൾ പോകുന്ന ആ യാത്രയിൽ, നമ്മൾ പോകുന്ന ആ വഴിയിൽ ഒരു മതിലോ ഒരു കല്ലോ വെച്ച് അവർ തടസ്സം ചെയ്യുവാണെങ്കിൽ അതാണ് നമ്മുടെ തടസ്സം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള തടസ്സങ്ങളെയാണ് ഇന്ന് കർത്താവായ ഈശോ മിശിഹാ പറയുന്നത്, ഞാൻ അത് തകർത്ത് കളയും. കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകും അല്ലെ? രോഗം എന്ന തടസ്സം, നമ്മുടെ സമ്പത്തിലുള്ള തടസ്സം, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണും. അതൊക്കെ ദൈവം ഇന്ന് തകർത്തെറിഞ്ഞ് നമ്മുടെ ദൈവം വച്ചിരിക്കുന്ന ആ സ്ഥാനത്തില്, ആ അനുഗ്രഹത്തിന്റെ സ്ഥാനത്തിൽ കൊണ്ടുപോകാൻ കർത്താവായ ഈശോ മിശിഹാ സന്നദ്ധനാണ്. ഇപ്പോ നമുക്ക് വചനം പറയുന്നത് തകർക്കുന്നവൻ. അപ്പൊ തടസ്സങ്ങളെ തകർക്കുന്നവൻ നമുക്ക് മുൻപായി പോകുന്നു എന്നാണ് വചനം. അപ്പൊ നമുക്ക് മുൻപായി പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഈശോ മിശിഹാ നമുക്ക് മുൻപായിട്ട് പോകുമ്പോഴത്തേക്ക് ആ തടസ്സങ്ങൾക്കും ആ പ്രശ്നങ്ങൾക്കും, ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കും ഇടയിലാണ്, അവിടെയാണ് യേശു കർത്താവ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് മുമ്പ് ഇപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ല, ഒരു പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് മുൻപായിട്ട് യേശു കർത്താവുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ, യേശു കർത്താവിനെ കാണാതെ നമുക്ക് മുൻപായി കടന്നു ചെല്ലുന്ന, നമുക്ക് മുൻപായി പോകുന്ന യേശു കർത്താവിനെ കാണാതെ യേശു കർത്താവ് അപ്പുറത്തുള്ള നമ്മുടെ തടസ്സങ്ങളെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ വചനം പറയുന്നത് തകർക്കുന്നവൻ നിങ്ങളുടെ മുമ്പേ കടന്നു പോകുന്നു. തകർക്കുന്നവൻ. അപ്പൊ യേശു കർത്താവ് നമ്മുടെ തടസ്സങ്ങളെ തകർക്കുവാനായിട്ട് നമ്മുടെ മുമ്പേ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യേശുവിന്റെ പിന്നാലെ പോകണം. യേശു എല്ലാ തടസ്സങ്ങളെയും തകർത്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരിടത്ത് അങ്ങ് സ്റ്റക്കായി നിൽക്കും. കാരണം നമുക്ക് മുൻപായിരിക്കുന്ന യേശു കർത്താവിനെ കാണാതെ ആ തടസ്സങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കും. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, മുമ്പോട്ടും പോകാൻ പറ്റത്തില്ല, വലത്തോട്ടും പോകാൻ പറ്റത്തില്ല, ഇടത്തോട്ടും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു ജീവിതം. നിങ്ങൾ വിചാരിക്കും, എന്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് പോകാതെ ഞാൻ ഇപ്പൊ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അനുഭവത്തിലാണല്ലോ, എന്റെ ജീവിതത്തിൽ ഒരു കാര്യം എനിക്ക് സക്സസ് ഇല്ലാതെ ഞാൻ സ്റ്റക്കായി പോയി നിൽക്കുകയാണ്, എന്ത് കാര്യം ചെയ്താലും എനിക്കതിലൊരു വിജയത്തിനെ കാണാൻ പറ്റുന്നില്ല, അതിലൊരു ഗ്രോസ് എനിക്ക് കാണാൻ പറ്റത്തില്ല, അതിൽ ഒരു ലാഭം എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്റെ ജീവിതം എല്ലാം മറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സഹോദരി, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായിട്ട് പറയുന്നു, ഞാൻ തടസ്സങ്ങളെ തകർക്കുന്നവനാണ്. ഞാൻ തടസ്സങ്ങളെ തകർത്ത് നിന്റെ മുമ്പിൽ കടന്നു പോകുന്ന യഹോവയാണെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഈശോ നമുക്ക് മുൻപായി പോകുമ്പോഴത്തേക്ക് നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും.
എന്തുകൊണ്ടാണ് ഈ സ്റ്റക്ക് ആകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ദൈവം പറഞ്ഞു, വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി പോയി നിന്റെ തടസ്സങ്ങളൊക്കെ ഞാൻ മാറ്റുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം കൊടുത്തു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ അങ്ങ് സ്റ്റക്കായി നിൽക്കുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാല്, യാക്കോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനം പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. ഇരുമനസ്സുള്ള ഒരു മനുഷ്യൻ തന്റെ വഴികളിൽ അസ്ഥിരനാകുന്നു വെച്ചാൽ സ്ഥിരമായിട്ട് അവൻ ഒരു വഴിയിലല്ല. അപ്പൊ നമുക്കൊരു ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്റ്റക്കാകാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ എത്ര ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചിട്ട്, എത്ര ദിവസമായി ഞാൻ ഈ കാര്യം എനിക്ക് കിട്ടും, ഇതൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ വന്നു ചേരുന്നു, എത്ര ദിവസം ഞാൻ കാത്തിരുന്നു, പക്ഷെ ഇതുവരെയ്ക്ക് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ അവിടെ തോന്നുന്ന ഇരുമനസ്സ് തോന്നും. ഇരുമനസ്സ് തോന്നാൻ കാരണം ഇങ്ങോട്ട് പോകാമോ അങ്ങോട്ട് പോകാമോ, ഇല്ല പുറകോട്ട് പോകാമോ, ഇങ്ങനെ നമ്മുടെ ജീവിതം, ഇല്ല യേശു കർത്താവിന് നമ്മൾ പിന്തുടർന്ന് പോകാമോ, ഇല്ല യേശു കർത്താവ് നമ്മൾ എവിടെ കൊണ്ടുപോകുന്നോ ആ ജീവിതത്തില് ദൈവം പറയുന്ന വാഗ്ദത്തത്തില് നമ്മൾ നിലച്ച് നിൽക്കാമോ, ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് മാറാമോ, ഇല്ലെങ്കിൽ പല സിറ്റുവേഷനിലും നമുക്ക് പലവിധമായിട്ടുള്ള ആലോചനകൾ നമുക്ക് വരും. അതാ വചനം പറഞ്ഞു, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ അതൊന്നും ആലോചിക്കാൻ പാടില്ല എന്നാണ് വചനം പറയുന്നത്, അല്ലെ? നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ചാൽ വീണു പോകും. പക്ഷെ കർത്താവായ ഈശോ മിശിഹാ നമുക്ക് കാണിക്കുന്ന ആ വഴിയിൽ കൂടെ ഈ തടസ്സങ്ങളൊക്കെ തകർത്തെറിയുന്ന ദൈവത്തിന്റെ ആ വഴിയിൽ കൂടെ നമ്മൾ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും എനിക്കും പറഞ്ഞു തരുന്ന കാര്യം. നോക്കിയാല് ഫിലിപ്പിയ 3-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ വചനത്തില് പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. അപ്പോ പിമ്പിലുള്ളത് മറന്നു പൗലോസ് പറയുവാണ്, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൻ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലക്കിലൊക്കെ ഓടുന്നു. അപ്പൊ പൗലോസ് ഒരു ഭംഗിയായിട്ടുള്ള ഒരു വചനമാണ് അവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുന്നത്. പിമ്പിലുള്ളത് മറക്കണം. അപ്പൊ ദൈവത്തിന്റെ വിളിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന് പല പ്രശ്നങ്ങളും പല കഷ്ടങ്ങളും വന്നാലും നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ദൈവത്തിന്റെ ആ വിളി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ പിമ്പിലോട്ട് നോക്കാൻ പാടില്ല. അതാണ് പൗലോസ് ഇവിടെ നമുക്ക് പറയുന്നത്. നീ ഒരിടത്ത് നമുക്ക് സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് എത്രയോ ടാലന്റ് ഉണ്ട്, എന്നാലും എനിക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല, എന്റെ ജീവിതത്തിൽ പല വിജയങ്ങളും എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇന്ന് നാം ചെയ്യുന്ന തെറ്റ് എന്തെന്നറിയാമോ? പിമ്പോട്ട് നോക്കുന്നതാണ്. നമ്മുടെ അതാണ് പൗലോസ് പറഞ്ഞു, ഞാൻ പിമ്പിലുള്ളത് മറന്നു. അപ്പൊ മറന്നു എന്ന് പറഞ്ഞാൽ അവിടെ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് മറക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ എത്രയോ കഷ്ടങ്ങൾ വഴിയായിട്ട് വന്നു കാണും, പ്രശ്നങ്ങൾ വഴിയായിട്ട് വന്നു കാണും, നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോയി കാണും. ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിന്നാല് ദൈവത്തിന്റെ വിളിയുള്ള ഒരു മനുഷ്യൻ ആ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് ചെയ്യാൻ പറ്റാതെ അവിടെ സ്റ്റക്കായി പോയി നിൽക്കും എന്ന് ദൈവം നമ്മോട് പറയാൻ. അങ്ങനെ നിൽക്കുന്നവരോട് ദൈവം പറയുവാണ്, നീ മൂവ് ചെയ്യ്, നീ മുമ്പിലോട്ട് അങ്ങ് ചലിപ്പിക്ക്, നിന്റെ ജീവിതത്തിൽ കാലെടുത്ത് വെക്ക്. നിനക്കുള്ള ടാലന്റ് എത്രയായാലും, നിന്റെ സമ്പത്ത് കുറവായാലും, നിനക്കുള്ള ആരോഗ്യം കുറവായാലും, നിന്റെ വയസ്സ് അധികമായി പോയാലും, എന്തായാലും നീ മൂവ് ചെയ്യ, ചലിപ്പിക്ക്, ചെയ്യാൻ ആരംഭിക്ക്. നീ എന്ത് കാര്യമാണോ ചെയ്യാൻ നീ വിചാരിക്കുന്നത് അത് ചെയ്യാൻ ആരംഭിക്കുന്നെന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വിളിയുള്ള ഒരു മനുഷ്യന് അവന് ശത്രു വലിയ തടസ്സങ്ങളൊക്കെ കൊണ്ടുവരും. അവൻ ഭയങ്കരമായിട്ട് തടസ്സങ്ങളൊക്കെ കൊണ്ടുവരുന്നവനാണ് ശത്രു. അത് ആർക്കാണ് അധികം വരുന്നത് വെച്ചാൽ കർത്താവിന്റെ വിളിയുള്ള ഒരു മനുഷ്യന്. അവന് തടസ്സങ്ങൾ വരുമ്പോഴത്തേക്ക് ദൈവം പറയുന്ന ആ തടസ്സങ്ങളൊക്കെ തകർത്തെറിയുന്ന എന്നെ നോക്ക്, നീ പിന്നോട്ട് നോക്കാതെ. ഈ പിന്നോട്ട് നോക്കിയാൽ നമുക്കറിയാം അത് മറക്കണമെങ്കിൽ അത് നോക്കാൻ പാടില്ല. അത് നമുക്ക് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തില് ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്, അല്ലെ? ലോത്തിന്റെ ഭാര്യ ആ പാവം നിറഞ്ഞ ആ പട്ടണത്തിൽ നിന്ന് ലോത്തും കുടുംബവും വെളിയെ വരുമ്പോഴത്തേക്കും ഈ ലോത്തിന്റെ ഭാര്യയ്ക്ക് ആ പാവം നിറഞ്ഞ പട്ടണത്തിനെ തിരിഞ്ഞു നോക്കാൻ അവൾക്കൊരു മനസ്സ് വന്നപ്പോഴത്തേക്ക്, അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവൾ അവിടെ ഉപ്പുതൂണായി മാറി.
അപ്പൊ നമ്മെ പിന്തുടർന്ന് വരുന്ന പാവങ്ങൾ, നമ്മോട് പിന്തുടർന്ന് വരുന്ന കഷ്ടങ്ങൾ, നമുക്ക് പിന്നിലുള്ള ജീവിതത്തിലുള്ള പരാജയങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ വീണ്ടെടുപ്പിന് മുമ്പേയുള്ള ജീവിതം, അതാണ് നമ്മളിപ്പോ പലപ്പോഴും നമ്മളൊക്കെ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടെടുപ്പിന് മുമ്പ് നമ്മുടെ ജീവിതം വലിയ സന്തോഷമായിരുന്നു, അങ്ങോട്ട് പോകും ഇവിടെ പോകും സിനിമ കാണും ഒക്കെ, നമ്മുടെ ജീവിതമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ലോകത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച ഒരു ജീവിതമായിരിക്കും. അപ്പൊ വീണ്ടെടുപ്പായ യേശു കർത്താവ് നമുക്കായി രക്തം ചിന്തി നമ്മളെ വീണ്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിത ശൈലി അങ്ങ് മാറും അല്ലെ. നമുക്ക് പാപത്തിനെ കാണുമ്പോഴത്തേക്ക് പേടിയാകും, ഇല്ല നമുക്ക് ദൈവത്തോടുള്ള ചേർന്നുള്ള ജീവിതമാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മള് ചിലപ്പോഴെന്തെങ്കിലും നമ്മളെ പിന്നാടി ഇരുന്ന കാര്യം, നമുക്ക് മുമ്പേ ഉള്ള കാര്യം ഇരുന്നിരുന്നെങ്കിൽ ഇപ്പൊ നന്നായിരുന്നേനല്ലോ, നമ്മളെല്ലാരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്ന പല സിറ്റുവേഷനും നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ദൈവം അങ്ങനെയല്ല പറയുന്നത്. തടസ്സങ്ങളൊക്കെ മാറ്റിപ്പോടുന്നുണ്ട്. വിളിയുള്ളവന് തടസ്സമുണ്ട്. ആ വിളിയുള്ളവന്റെ തടസ്സം മാറ്റിക്കൊണ്ടു പോകുന്ന എന്റെ പിന്നാടി എന്റെ പിറകെ നീ വാ, അതാണ് യേശു കർത്താവ് പറയുന്നത്. അതേമാതിരി ഇപ്പൊ നമ്മുടെ മുമ്പിലത്തുള്ള ജീവിതത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അത് ഭംഗിയായി കാണും. കാരണം ശത്രു നമ്മളെ പിറകെയുള്ള ജീവിതത്തിന് വിളിച്ചോണ്ട് പോകാനാണ് അവന്റെ പ്ലാന്. പക്ഷെ അതല്ല നമ്മുടെ ജീവിതം. യേശുവിനെ നോക്കിയുള്ള ആ ഓട്ടമാണ്, യേശുവിന്റെ പിറകെയുള്ള പോക്കാണ്. കാരണം യേശു നമുക്കായി വെച്ചിരിക്കുന്ന ആ ജീവകിരീടത്തിനെ നമ്മൾ അത് നമുക്ക് സ്വീകരിക്കാനായിട്ട്, ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനാണ് ദൈവം യേശു കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ന്യായാധിപതിന്റെ പുസ്തകത്തിൽ നമുക്ക് നോക്കിയാൽ സിംഷോനെ കാണാൻ പറ്റും. സിംഷോൻ വന്ന് ഒരു സിംഹത്തിനെ അടിച്ചു കൊന്നിട്ട്, ദൈവത്തിന്റെ ബലത്തിൽ അടിച്ചു കൊന്നിട്ട് അവൻ പോയിട്ട് അവൻ തിരിച്ച് അവന്റെ കല്യാണത്തിനായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ കൊന്നുകളഞ്ഞ സിംഹത്തിനെ നോക്കാനായിട്ട് അവൻ പോകും. അത് അവൻ ആവശ്യമില്ലാത്ത ഒരു ജോലിയാണ് അല്ലെ. പോകും. ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത കാര്യം, അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇരുന്നല്ലോ, ഇതൊക്കെ നമുക്ക് വീണ്ടും കിട്ടിയാൽ നന്നായിരുന്നേനെ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇവിടെ സിംഷൻ തിരിച്ചു പോയി ആ സിംഹത്തിന്റെ ശരീരത്തിനെ കാണാനായിട്ട് വേറൊരു വഴിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ സിംഹത്തിന്റെ ശരീരത്തിൽ എന്തായിരുന്നു? തേൻ കൂടും ഉണ്ടായിരുന്നു. ഈ അവിടെ സിംഹത്തിന്റെ ശരീരം അത് അവിടെ വചനം പറയാണ്, കുറെ കാലം കഴിഞ്ഞാണ് പോകുന്നത്. അപ്പൊ ഒരു കുറെ കാലം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ആ സിംഹത്തിന്റെ ശരീരത്തിൽ പുഴുക്കളാണ് വേണ്ടത് അല്ലെ, പുഴുക്കളാണ് ഇരിക്കേണ്ടത്. പക്ഷേ അവിടെ എന്തായിരുന്നത്? തേൻ കൂടുവാണ് ഇരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പഴയ ജീവിതത്തെ നോക്കുമ്പോഴത്തേക്ക് അത് മനോഹരമായി തോന്നും, അത് നന്നായി തോന്നും. പക്ഷെ സിംസൺ അത് പോയത് കാരണം അവന്റെ കർത്താവിന്റെ ബലൻ അവനിൽ നിന്നും പോയി, കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവനിൽ നിന്നും പോയി, കർത്താവിന്റെ ആ പദ്ധതി മുഴുവനുമായിട്ട് സിംസോന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയില്ല അത് കർത്താവിന്. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയും ഏത് പ്രശ്നം ആയാലും അത് തകർത്തെറിയാൻ യേശു കർത്താവ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പിന്നോട്ടുള്ള കാര്യങ്ങളെ നോക്കി നമ്മുടെ അഭിഷേകത്തിനെ കുറയാതെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ നോക്കി പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പൗലോസ് അടുത്തത് എന്താ പറയുക? മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട്, നമുക്ക് മുമ്പിൽ എന്താ ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് മുമ്പിൽ കർത്താവിന്റെ ആ അനുഗ്രഹങ്ങളെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ പുറകെ ഉള്ള കാര്യങ്ങളെ കളഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന്റെ മുമ്പിലുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ, അല്ല ഹന്ന നമുക്ക് കാണാം. ഹന്ന കരഞ്ഞ്, അവൾക്ക് കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്ന് അനവധി ദിവസങ്ങൾ അവൾ കിടക്കേണ്ടി വന്നു അല്ലെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വായിക്കാം, അല്ല 1 സമൂവേലിന്റെ പുസ്തകത്തിൽ അത് വായിക്കാം. അപ്പൊ ഹന്ന കരഞ്ഞു, അവളെല്ലാരും നിന്ദിച്ചു, അവളെല്ലാരും കുറ്റം പറഞ്ഞു. പക്ഷെ അവൾ ഒരു ദിവസം അവൾ തീരുമാനിച്ചു, യഹോവയ്ക്ക് മുമ്പ് പോയി അവൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ കരയില്ല, എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ യഹോവയ്ക്ക് അത് സമർപ്പിക്കും എന്ന് പറഞ്ഞ് അവൾ അന്ന് തൊട്ട് അവൾ കരഞ്ഞില്ല എന്ന് നമുക്ക് തിരുവചനം പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അവളെ നിന്ദിച്ചതോ അവളെ കുറ്റം പറഞ്ഞതോ എല്ലാറ്റിനെയും മറന്നിട്ട് അവൾ ഒരു ഗോൾ വെച്ചു. എന്താ ഗോൾ?
എനിക്കൊരു ആൺകുഞ്ഞിനെ തരുവാണെങ്കിൽ അത് ഞാൻ യഹോവയ്ക്ക് കൊടുക്കും. ആ ഗോൾ മാത്രമേ അവൾക്ക് മുമ്പോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾ എന്താ ചെയ്തത്? അവൾ ജീവിതത്തിൽ അതിന്റെ പിന്നിൽ അവൾ കരഞ്ഞില്ല. ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. അവൾ സാക്ഷിയായിട്ട് ആ കുഞ്ഞിനെ യഹോവയ്ക്ക് കൊടുത്ത് അവൾ സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നമുക്കൊരു ഗോൾ വേണം. ആ ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് കടന്നു പോകാം. ഞാൻ ദൈവത്തിന്റെ കൂടെ ഇരിക്കും, ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കും, എന്റെ ജീവിതം ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നുള്ള ആ ഗോൾ വെച്ച് ഹന്ന മുമ്പോട്ട് പോയതുപോലെ നിങ്ങളും ഞാനും ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തടസ്സങ്ങളെ തകർത്തു പോകുന്ന യേശു കർത്താവിന്റെ പുറകെ നിങ്ങളും ഞാനും പോകണം. അത് കഴിഞ്ഞ് നോക്കിയാല് ഈ രക്തസ്രാവമുള്ള ഒരു പെണ്ണിനെ പറ്റി നമ്മുടെ ബൈബിളിൽ വായിക്കാം അല്ലെ. 12 വർഷം അവൾക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു. അപ്പൊ അവൾ യേശുവിനെ കാണുന്നതിന് മുമ്പ് അവളുടെ ജീവിതത്തിൽ എന്തായിരുന്നു, അവളുടെ പുറകോട്ടുള്ള ജീവിതം എന്തായിരുന്നു വെച്ചാൽ അവൾ എല്ലാം ഈ അവളുടെ ഈ അസുഖം കാരണം അവൾ അനേകം ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച് അവിടെ പറയുന്നുണ്ട്. അവൾ പല വൈദ്യന്മാരുടെയും ചികിത്സിച്ചിട്ടും അവളുടെ എല്ലാ സ്വത്ത് എല്ലാം നഷ്ടപ്പെട്ടു. അവൾക്ക് ഒരു സൗഖ്യം കിട്ടാതെ അവൾ യേശുവിനെ കാണാനായിട്ട് അവൾ തീരുമാനിച്ചു. അപ്പോൾ അവൾ ഒരു ഗോൾ വെക്കുക. എന്താ ഗോൾ വെക്കുന്നത്? ഞാൻ യേശുവിന്റെ വസ്ത്രത്തിനെ തൊടും, യേശുവിന്റെ വസ്ത്രത്തിനെ തൊട്ട് ഞാൻ സുഖം പ്രാപിക്കും. അതായിരുന്നു ആ രക്തസ്രാവമുള്ള പെണ്ണിന്റെ ഗോൾ. ഇന്ന് നമ്മുടെ ഗോൾ അതായിരിക്കും. എനിക്ക് യേശു കർത്താവുണ്ട്, ഞാൻ സുഖം പ്രാപിക്കും. എനിക്ക് യേശു കർത്താവുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് പോയ എല്ലാ നന്മകളും തിരിച്ചു തരും എന്നുള്ള ആ ഗോൾ നമ്മുടെ ജീവിതത്തിന് മുമ്പേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഞാനും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് കിട്ടാൻ സാധിക്കും. അവൾ അതാ പറഞ്ഞത്, ഞാൻ യേശുവിനെ തൊടും. അതായിരുന്നു അവളുടെ ഗോൾ. യേശു കർത്താവിനെ ഞാൻ തൊടുമ്പോഴത്തേക്ക് ഞാൻ സുഖം പ്രാപിക്കും. ആ ഗോൾ വെച്ചിട്ട് അവൾ അത്രയും ജനക്കൂട്ടം ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ കടന്ന് യേശുവിന്റെ അടുത്ത് പോയി യേശുവിനെ തൊട്ടു അവൾ സുഖം പ്രാപിച്ചു. കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ തടസ്സങ്ങളെ നോക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ, ഇത്രയും ദിവസം ഞാൻ ഈ ജോലിയിൽ ഇരുന്നു, എനിക്ക് ഈ ജോലിയിൽ ഒരു അനുഗ്രഹങ്ങളും എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ ജോലി വേണ്ട, അല്ലെങ്കിൽ ഈ സ്ഥലം വേണ്ട, ഇല്ല ഈ വിവാഹ ജീവിതം വേണ്ട, ഈ കുടുംബം എനിക്ക് വേണ്ട അന്ന് തീരുമാനിക്കുന്ന ഓരോ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇരിക്കുന്ന തടസ്സങ്ങളെ തകർത്തെറിയാൻ യേശു കർത്താവ് ഇന്ന് ഈ ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് എല്ലാ തടസ്സങ്ങളെയും തകർത്തെറിയുന്ന ആ യേശു കർത്താവ് നിങ്ങളെ കൈ പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ യേശു കർത്താവ് സന്നദ്ധനാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് തടസ്സങ്ങളെ കൊണ്ട് പേടിക്കണ്ട. പൗലോസ് പറഞ്ഞതുപോലെ പുറകോട്ട് നിങ്ങൾ എതും നോക്കണ്ട, പുറകോട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ നോക്കണ്ട, പുറകോട്ടുള്ള ജീവിതത്തിനെ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ഗോൾ എന്ത്? യേശു കർത്താവിനെ ഞാൻ തൊടണം, യേശു കർത്താവ് എനിക്ക് തരും, എന്റെ ജീവൻ ഞാൻ യേശു കർത്താവിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നുള്ള ആ ഗോള് നോക്കി നിങ്ങൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇത് കേട്ടിരുന്ന എല്ലാ സഹോദരനും ഞാൻ വീണ്ടും ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുവാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.